DCC ഓഫീസിൽ നിന്നും കാക്കനാടുള്ള കളക്ട്രേറ്റിലേക്ക് പോവാണ്. പിന്നീട് ഞാൻ അറിഞ്ഞത്, എന്നോടത് പറഞ്ഞത് മാതൃഭൂമിയുടെ അന്നത്തെ എറണാകുളത്തെ കറസ്പോണ്ടൻ്റ്, ഇപ്പോൾ സീനിയർ പത്രപ്രവർത്തകനുമായ സണ്ണിക്കുട്ടി അബ്രഹാമാണ്. അപ്പോൾ അറക്കൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം സണ്ണിക്കുട്ടി ഉൾപ്പെടെയുള്ള പത്രക്കാർ കളക്ട്രേറ്റിലുണ്ട്. അപ്പോൾ കളക്ട്രേറ്റിൽ നിന്നാൽ ചുറ്റുമുള്ള റോഡുകളൊക്കെ കാണാം. അറിയാം, ഇതൊരു കുന്നിൻ്റെ പുറത്താണ് കളക്ട്രേറ്റുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം, ഒരു വാഹനങ്ങളുടെ വ്യൂഹം ഇങ്ങനെ കറങ്ങി വരുവാണ്. അറക്കൽ വളരെ ദുഃഖത്തോടെ പറഞ്ഞത്, ചതിച്ചടോ, തോമസാണ് സ്ഥാനാർത്ഥി. എനിക്ക് അദ്ദേഹത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഞാനും ഇതൊക്കെ അനുഭവിച്ചതാണല്ലോ. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു. എന്നെ കണ്ടപ്പോൾ അറക്കൽ മാറി നിന്നു. ഞാൻ നോമിനേഷൻ കൊടുത്തു. തിരിച്ച് DCC വരുന്നു. അപ്പോൾ TH മുസ്തഫ എൻ്റെ പര്യടന പരിപാടികൾ വളരെ വ്യക്തമായി രൂപം നൽകി. ഒരു കാറ് പോലെയുള്ള സന്ദർഭമല്ല അത്. അപ്പോൾ ഞാൻ DC ഓഫീസിൽ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ടാക്സി കാർ വിളിച്ചു. അപ്പോൾ എന്നോട് അജിത് തറയിൽ, അന്ന് തറയിലുണ്ട്, മറ്റു ചില സുഹൃത്തുക്കളുണ്ട്, ജമാൽ മണക്കാടൻ ഉൾപ്പെടെ, പിന്നെ പള്ളിക്കര ജോർജ് പള്ളിക്കര, ഇങ്ങനെ കുറേ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ചെറുപ്പക്കാർ. അവരൊക്കെ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവർ എന്നോട് ഒരു മാഷ് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ വണ്ടി വിളിച്ച്, അന്ന് ഏലൂർ ഫെറി വഴിയാണ് പറവൂർക്ക് പോകേണ്ടത്. ഏലൂർ ഫെറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി കടയിപ്പോയി. അപ്പോൾ അവിടെ നിന്നൊരു ബസ് പോകുന്നുണ്ട്. അപ്പോൾ ചങ്ങാടത്തിൽ ബസ് കയറ്റി ഞങ്ങൾ പറവൂർക്ക് പോകുമ്പോൾ, അത് പോകുന്നത് വരാപ്പുഴ വഴിയാണ്. തറയിൽ പറഞ്ഞു, മാഷേ ബസ്സിൽ കയറി എല്ലാവർക്കും ശ്രുതി കൊടുക്കുക, ഇന്നയാളാണ്, ഞാനാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയണം. ഞാനെനിക്ക് ഒത്തിരി ചമ്മലുണ്ട് എനിക്ക്. കാരണം ഞാനൊരു സൊസൈറ്റി ഇലക്ഷന് പോലും നിന്നിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ചെറിയ നാണത്തോടു കൂടി ഞാൻ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത്. പക്ഷേ ആളുകളുടെ സ്വീകരണം, ചിരി, കയ്യിൽ പിടിക്കൽ, ചില അമ്മമാരൊക്കെ പറഞ്ഞു ജയിച്ചു വരാം, നല്ല ഭൂരിപക്ഷം ജയിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ തന്നെ പറവൂരെത്തുന്നു. അവിടെ നഗരത്തിലെ കടകളിൽ കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നു. എനിക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു സ്വീകരണമാണ് പറവൂർ നടന്നത്. എൻ്റെ കൂടെ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചേർന്നാണ് നടത്തിയത്. ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ പര്യടനമൊക്കെ ആരംഭിച്ചു. അതിനു മുമ്പ് ഓരോ നിയോജകമണ്ഡലങ്ങളിലും നടത്തേണ്ട പാർട്ടി വർക്കേഴ്സ് കോൺഫറൻസും പിന്നീട് നടക്കേണ്ട പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് അതെല്ലാം ചെയ്തത് TH മുസ്തഫയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ നല്ല കഴിവാണുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഞാൻ DC പ്രസിഡന്റ്, അദ്ദേഹം ഇരിക്കുന്ന നമ്മളുടെ ബന്ധമാണ്. ഒരു ഓർഗനൈസർ എന്ന നിലയിൽ നല്ല കഴിവാണ് മുസ്തഫയ്ക്കുള്ളത്. അദ്ദേഹം ഇതെല്ലാം രൂപം കൽപ്പിച്ചത് ഏർപ്പാടാക്കി. അപ്പോൾ ഇതിനിടയിൽ ഞാൻ AC ജോസിനെ പോയി കണ്ടു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ജോസ് ജംഗ്ഷനിലെ AC ജോസിൻ്റെ വീട്ടിൽ. അദ്ദേഹത്തിനാണ് എൻ്റെ ചെയർമാൻ. ലീഡറാണ് പറഞ്ഞ് താൻ പോയി ജോസിനെ കാണണം, ജോസിനോട് തൻ്റെ ചെയർമാനായിട്ടിരിക്കാൻ പറയണം. അങ്ങനെ ഞാൻ ജോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ജോസ് പറഞ്ഞു, ഇതിനു വേണ്ടി മാറ്റി പോരേണ്ട കാര്യമുണ്ടോ, ഇത് എൻ്റെ ഉത്തരവാദിത്വം കടമയുമല്ലേ, മാഷ് സ്ഥാനാർത്ഥിയാകുന്നതിനോട് ചിലപ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഞാൻ മാഷിൻ്റെ കൂടെയുണ്ട്. ഹെൻറി ഓസ്റ്റിൻ മുൻ MP ആണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാഷെ കൂടെ ഉണ്ടാകും. അങ്ങനെ പലരും എൻ്റെ കൂടെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രവർത്തക സമ്മേളനങ്ങൾ, UDFൻ്റെ വർത്തക സമ്മേളനങ്ങൾ 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും വിളിക്കുന്നതിനുള്ള സംവിധാനങ്ങളായി. ഞാൻ പോയി കാണേണ്ട പള്ളികൾ, സ്ഥാപനങ്ങൾ, അതിന് തീരുമാനമായി. അപ്പോൾ പിന്നെ വേണ്ട സാമ്പത്തികമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. പൈസ വരും എന്നറിയാം, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അന്ന് ഐസക് ചേട്ടൻ, എറണാകുളത്തെ സീലോഡ് ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഐസക് ചേട്ടൻ്റെ മകൻ ബേബി ചേട്ടൻ, അദ്ദേഹം എന്നെ വന്ന് കാണുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാഷേ പൈസയെക്കുറിച്ച് മാഷ് പേടിക്കണ്ട, എത്ര പൈസ വന്നാലും ഞങ്ങൾ പൈസ ഇറക്കും. കാരണം മാഷ് ലീഡറുടെ കാൻഡിഡേറ്റാണ്. ലീഡറെ ക്ഷണിപ്പിക്കുന്ന ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ആദ്യഘട്ടം അന്നത്തെ നിലയ്ക്ക് എന്ന നിലയിൽ 25,000 രൂപയാണ് അദ്ദേഹം തന്നത്. ഞാൻ ആ കാശ് കൊണ്ടുപോയി ജയിക്കപ്പേഴിന് കൊടുത്തു. കാരണം ജയിക്കപ്പേഴിനാണ് ഇലക്ഷൻ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. ജയിക്കപ്പേഴിനും ചിന്നമ്മച്ചേട്ടൻ, ജയിക്കപ്പേഴിൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ ഇവിടെ 25,000 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ തുകയും ഞാൻ ജയിക്കപ്പേഴിനെ കൊണ്ട് ഏൽപ്പിക്കും.
അത് ജയിക്കപ്പെട്ട് അതിൻ്റേതായ അറേഞ്ച്മെൻറ്റ്സ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ പ്രവർത്തക സമ്മേളനങ്ങൾ വിളിച്ചപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. വൈപ്പിൽ ഉള്ള മീറ്റിങ്ങിൽ അറക്കൽ വളരെ ദുഃഖത്തോടെ പ്രസംഗിച്ചു. എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെ ഒരു പേന മാത്രമേ ഉള്ളൂ, എങ്കിലും ഞാനുണ്ട് കൂടെ. എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയതായി എനിക്ക് തോന്നുന്നു. ഞാനത് ലീഡറെ വിളിച്ചു പറഞ്ഞു, ലീഡർ ഇങ്ങനെ അറക്കലിൻ്റെ ഈ പ്രവർത്തക സമ്മേളനത്തിൽ നടക്കുന്ന പ്രസംഗങ്ങൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ലീഡർ ഒന്ന് അതിനെക്കുറിച്ച് ആലോചിക്കണം. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അന്ന് ഇന്ദിരാ അതിൽ മുൻ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ PG അലക്സാണ്ടർ, അദ്ദേഹം അറക്കലിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം തരും, നിങ്ങളെല്ലാം തൽക്കാലത്തേക്ക് ഡൽഹിക്ക് വന്നോളൂ. അങ്ങനെ അറക്കലെ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോകുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി 84-ആയപ്പോൾ അദ്ദേഹത്തെ ആദ്യമായി രൂപീകരിച്ച ക്യാബിനറ്റ് പദവി ഉള്ള ഇൻലൻഡ് വാട്ടർ അതോറിറ്റിയുടെ ചെയർമാനാക്കി മാറ്റുകയാണ് ഉണ്ടായത്. എങ്കിലും സ്വാഭാവികമായിട്ടും അറക്കലിന് ദുഃഖവും വിഷമമുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയി കാണാറൊക്കെ ഉണ്ട്. ആ ദുഃഖം അത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് മാറുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ ഇലക്ഷൻ പ്രചരണം വളരെ മുന്നോട്ട് പോയി. അതിലെന്നെ ഏറ്റവും ടച്ച് ചെയ്ത് ഏറ്റവും അവസാന ദിവസം കുമ്പളങ്ങിയിൽ നടന്ന തെക്കേ കടത്തുകടവിൽ നിന്ന് വടക്കേ കടത്തുകടയിലുള്ള പദയാത്രയായിരുന്നു. പിന്നീട് ഞാൻ 6 പ്രാവശ്യം മത്സരിച്ചപ്പോഴും പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും ആ പദയാത്രയാണ് അവസാനം നടത്തുന്നത്, സമാപനം. അപ്പോൾ ഞങ്ങൾ സമാപന ജാഥയായി തെക്കേ കടത്തുകടവിൽ നിന്ന് മുന്നോട്ട് വന്ന് വടക്കേ സെൻറ്റ് ജോസഫ് പള്ളി വന്നപ്പോൾ JK പേട്ടനും തങ്കച്ചനൊക്കെ ഉണ്ട്. ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. ജനമങ്ങി ഇളകി മറിയുന്നു തിരമാല പോലെ. ഇതെല്ലാം കണ്ടിട്ട് ശേഷം മീറ്റിങ്ങൊക്കെ സമാപന സമ്മേളനം JK പേട്ടനും തങ്കച്ചനൊക്കെ പ്രസംഗിച്ചത്. സമാപന കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞ് മാഷെ ജയിച്ചിരിക്കുന്നു, ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ ജനപിന്തുണയോടെ മാഷ് കൊണ്ടെങ്കിൽ മാഷ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. എനിക്കുമൊരു ആത്മവിശ്വാസമായി. ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് എൻ്റെ അപ്പനും അമ്മയും ഉൾപ്പെടെ, ജ്യേഷ്ഠൻ ഉൾപ്പെടെ, എൻ്റെ ചേട്ടത്തിയമ്മ ഉൾപ്പെടെ ഉള്ളവരെല്ലാം എനിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി എന്നുള്ളതാണ്. അപ്പൻ രാവിലെ അമ്മയുമായിട്ട് ഞങ്ങളുടെ ബന്ധുക്കൾ, ഒത്തിരി ബന്ധുക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി പറഞ്ഞു. ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അനുജൻ പീറ്റർ ഇതുപോലെ തന്നെ അവൻ്റെ ഭാര്യ വീട്ടിലും, ഞങ്ങൾ ഒത്തിരി ബന്ധുക്കളുള്ളത്, സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും കൂടി ഇറങ്ങിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് 84 നടന്നത്. ആ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ 83,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് ലഭിക്കുന്നത്, 1,00,000-നടുത്ത്. വലിയ ഭൂരിപക്ഷമായിരുന്നു. 7 നിയോജകമണ്ഡലങ്ങളും ഭൂരിപക്ഷം ഉണ്ടായി. ആ തിരഞ്ഞെടുപ്പ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഞാൻ ഡൽഹിക്ക് പോയത് അന്ന് ഇന്നത്തെ പോലെ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റൊന്നുമില്ല. കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോകണം, ബോംബെയിൽ നിന്ന് ഡൽഹിക്ക് പോകണം. ഇപ്പോൾ ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ കേരള ഹൗസിലാണ് മുറിയുള്ളത്. അന്ന് ഡോക്ടർ അടിയോടിയോടൊപ്പമാണ് എനിക്ക് മുറി തന്നിരിക്കുന്നത്. അന്ന് ജയിച്ചു വന്നവരിൽ കോഴിക്കോട് നിന്ന് ഡോക്ടർ അടിയോടിയുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വക്കം പുരുഷോത്തമനുണ്ട്, ചാൾസ് തിരുവനന്തപുരത്തു നിന്നുണ്ട്, ആൻ്റണി തൃശ്ശൂരിൽ നിന്നുണ്ട്. അങ്ങനെ എല്ലാം നമ്മുടെ പരിചയക്കാരാണ്. അപ്പോൾ എനിക്ക് കേരള ഹൗസിലെ അടിയോടിയോടുകൂടി മുറി കിട്ടി. അപ്പോൾ അടിയോടിയോടുകൂടെ ഞാൻ തുടരാൻ ഇഷ്ടപ്പെട്ടത് ആ മുറിയിൽ അടിയോടിയും എൻ്റെ ഭാര്യ ഷെർലിയുടെ അമ്മാവൻ KT ജോർജും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ലീഡറുടെ അടുത്ത അനുയായിയാണ് അടിയോടി, നല്ല മനുഷ്യൻ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരു മുറിയിൽ ഏകദേശം 6 മാസത്തോളം എനിക്ക് പുതിയ വീട് കിട്ടുന്നവർ താമസിച്ചു. ഞങ്ങൾ ഡൽഹിയിൽ ആദ്യം വന്ന ദിവസം ലീഡർ എല്ലാവരുമായിട്ട് രാജീവ് ഗാന്ധിയെ കാണാൻ പോയി. അപ്പോൾ ലീഡർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പ്രൊഫസറാണ്, തേവര കോളേജിൽ അധ്യാപകനാണ്, വലിയ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പം അന്നെനിക്ക് 28 വയസ്സാണുള്ളത്. ചെറുപ്പം, ഞാൻ വളരെ ചെറുപ്പമുള്ള ഒരാളാണ് ആ സന്ദർഭത്തിൽ. അങ്ങനെ വളരെ സന്തോഷത്തോടെ ലീഡറുടെ വലിയ വിജയ, കാരണം ലീഡർ പറഞ്ഞവരെല്ലാം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് റെഗുലറായിട്ട് ഞാൻ ഡൽഹിക്ക് പോവുകയും പാർലമെൻറ്റിൽ അറ്റൻഡ് ചെയ്യുകയും പ്രസംഗങ്ങളേക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഞാൻ പത്രപ്രവർത്തകരായ TVS ഷേണായി, മാധവൻകുട്ടി, K. ഗോപാലകൃഷ്ണൻ,
UNA ജോർജ് വർഗീസ്, കൗമുദിയുടെ നരേന്ദ്രൻ, അങ്ങനെ പ്രമുഖരായ പല പത്രപ്രവർത്തകരുമായി പരിചയപ്പെട്ടു. അന്ന് റാഫി മാർഗിലാണ് INS ഓഫീസ്. ഇപ്പോൾ പാർലമെൻറ്റ് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടുണ്ട്, ഇവിടെ നടന്നാണ് അവിടെ വരുന്നത്. മനോരമ ഓഫീസിൽ അന്ന് പ്രസിദ്ധമായ ഒരു ചായയുണ്ട്, നാരങ്ങ പിഴിഞ്ഞ ഒരു ചായ, നല്ല ടേസ്റ്റുള്ള ചായയാണ്, മധുരമൊക്കെ ഇട്ട്. അത് ആ ചായ കുടിക്കാൻ തന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് കൂടും. ആ സന്ദർഭത്തിലാണ് ഒരു പ്രശ്നം ഉയർന്നു വന്നത്. ഷെർലി പറഞ്ഞു, കുട്ടികളെ പഠിപ്പിക്കണ്ടേ. അന്ന് എൻ്റെ മക്കൾ ബിജു ടോക്കച്ചിലാണ്, രേഖ എളമക്കരയിലെ സ്കൂളിലാണ്, ജോയും ടോക്കച്ചിലാണ്. അപ്പോൾ അവരെ ഡൽഹി കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഷെർലി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇങ്ങനൊരു അഭിപ്രായം എൻ്റെ വൈഫ് പറയുന്നുണ്ട്, പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഷേണായി പറഞ്ഞു, മാഷ്ടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെങ്കിൽ അത് ഈ കുഞ്ഞുങ്ങളുടെ ഡൽഹിയിലെ പഠനം തന്നെയായിരിക്കും. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന ഡൽഹിയിലാണ്. അപ്പോൾ ഞാൻ ഏതായാലും ലീഡറോട് പറയണമല്ലോ. ഞാൻ ലീഡറെ കണ്ടിട്ട് പറഞ്ഞു, ലീഡർ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, മക്കളെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ഷെർലി ഇങ്ങോട്ട് വരണമെന്ന് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഫ്ലാറ്റായി 84 സൗത്ത് അവന്യൂ. അപ്പോൾ ലീഡർ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ തന്നെ എറണാകുളത്തുനിന്ന് വിജയിപ്പിച്ചയച്ചത് ഡൽഹിയിൽ വന്ന് താമസിക്കാനല്ല. തൻ്റെ ജോലി എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമാക്കണം. അന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഏതാനും കയ്യിൽ ഉണ്ടാവുന്ന സീറ്റ് മാത്രമാണ് UDFനും കോൺഗ്രസിനും ലഭിക്കുന്നത്. അത് ശക്തമാക്കണം. അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എറണാകുളത്തുനിന്ന് 14 സീറ്റ് കിട്ടും. അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും വന്ന് ഷെർലിയോട് പറഞ്ഞു, ഷെർലി ഇങ്ങനെയാണല്ലോ ലീഡർ പറയുന്നത്, അപ്പോൾ എന്താ ചെയ്യുക? ഷെർലി പറഞ്ഞു, ഞാൻ ലീഡറോട് പറഞ്ഞേക്കാം, എനിക്കത് ലീഡറെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. അങ്ങനെ കുട്ടികളുമായിട്ട് ഞാൻ ഏകദേശം ഒരു മാർച്ച് മാസത്തിലാണ് ഇവിടെ എത്തുന്നത് ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിൽ ഈ സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു, അഡ്മിഷൻസ് കഴിഞ്ഞു. ആ സന്ദർഭത്തിലാണ് കുട്ടികളുടെ അഡ്മിഷൻ വേണ്ടി ഞാൻ തിരക്കിയപ്പോൾ വലിയ ബുദ്ധിമുട്ട്. അന്ന് എൻ്റെ ഒരു എന്താ പറയുന്ന അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇന്നസെൻസ് കൊണ്ടോ ഞാൻ നേരെ പ്രധാനമന്ത്രി ആയ രാജീവ് ഗാന്ധിൻ്റെ മുറിയിൽ പോയി ചോദിച്ചാണ്. അപ്പം അവിടെ ജോർജ് ഉണ്ട്. ഞാൻ രാജീവ്ജിയോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അഡ്മിഷൻ കിട്ടിയിട്ടില്ല, സ്കൂൾസ് എല്ലാം തുറന്നു, അപ്പോൾ ഒന്ന് സഹായിക്കണം. ചിരിച്ചിട്ട് പറഞ്ഞു, ജോർജിനെ കാണാം. അങ്ങനെ ഞാൻ ജോർജ് അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബിജുവിനെ സെൻറ്റ് പോൾസിലും രേഖയെ മാറ്റർഡേയിലും ജോയെ സെൻറ്റ് ജോർജിലും ഒക്കെ ആയിട്ട് അഡ്മിഷൻ കിട്ടി. അവരുടെ പഠനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി.